ഇസ്രയേൽ ലെബനാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു മിസൈൽ പൊട്ടിത്തെറിക്കാതെ അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഇപ്പോൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. പൊട്ടിത്തെറിക്കാത്തതിന്റെ പേരിലുള്ള ആശങ്കയല്ല, പക്ഷേ പൊട്ടാത്ത മിസൈൽ ഇറാന്റെ കൈകളിൽ എത്തുമോ എന്ന ആശങ്കയാണ് അമേരിക്കയ്ക്കുള്ളത്. കാരണം ഇത് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ്. കോൺക്രീറ്റ് പാളികളെ പോലും മീറ്ററുകളോളം തുളച്ചു കയറി സ്ഫോടനമുണ്ടാക്കാൻ പറ്റുന്ന വലിയ രൂപത്തിൽ പ്രഹരശേഷിയുള്ള മിസൈലാണ് GBU-39B എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ പൊട്ടിത്തെറിക്കാത്ത മിസൈൽ ഇറാന്റെ കയ്യിലെത്തിയാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ഇതിന്റെ എല്ലാ ടെക്നോളജിയും ഇറാൻ കണ്ടെത്തുമെന്ന് മാത്രമല്ല, ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ ഇതിന്റെ കോപ്പികൾ ധാരാളമായി ഇറാന്റെ കൈകളിലെത്തും, റഷ്യയുടെ കൈകളിലെത്തും. ഇതാണ് ഇപ്പോൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ലെബനാനോട് ഇപ്പോൾ ഔദ്യോഗികമായി ഈ മിസൈൽ തിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തെ ആക്രമിച്ച് പൊട്ടിത്തകരാത്ത മിസൈൽ തിരിച്ചു തരാൻ ആവശ്യപ്പെടുക, ഇതിനൊക്കെ മലയാളത്തിൽ എന്ത് പേരിട്ടാണ് വിളിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇനി ആ മിസൈൽ കൊടുത്ത് വീണ്ടും അവരെ ആക്രമണം നടത്തി അവരെ കൊന്നുകളയാൻ വേണ്ടി ആ നാട്ടുകാർ ആ മിസൈൽ തരണമെന്നാണോ ട്രംപും അമേരിക്കയും ആവശ്യപ്പെടുന്നത് എന്നറിയില്ല. എന്തായിരുന്നാലും ഇറാനെയാണ് ഇപ്പോൾ ഈ തലങ്ങളിലെല്ലാം അമേരിക്ക ഭയപ്പെടുന്നത്. കാരണം അമേരിക്കയുടെ ഏത് ആയുധം ഇറാന്റെ കയ്യിലെത്തിയിട്ടുണ്ടോ അതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഓക്കെ ആയിരിക്കും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഡിവൈസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അതിന്റെ സോഫ്റ്റ്വെയറുകളാകാം ഹാർഡ്വെയറുകളാകാം താഴോട്ട് ഇറങ്ങി കണ്ടെത്തുന്നതിനാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. സാധാരണ ഒരു ഡിവൈസ് നമ്മൾ അതിന്റെ പാർട്ടുകൾ ചേർത്ത് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിർമ്മിച്ച ഒരു ഡിവൈസിനെ താഴോട്ട് അതിനെ പഠിക്കുന്നതിനാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് എന്നെല്ലാം കണ്ടെത്തുന്നതിനാണ് ഇങ്ങനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ വിദഗ്ധരാണ് ഇറാൻ എന്നതിൽ സംശയമില്ല. നമുക്കറിയാം RQ-170 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഡ്രോൺ, ഈ ഡ്രോൺ ഇന്നിപ്പോൾ അതിന്റെ കോപ്പികൾ ഇറാൻ ധാരാളമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്റ്റെൽത്ത് ഡ്രോൺ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അതിന്റെ കോപ്പികൾ ഇന്ന് ഇറാൻ ധാരാളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നപോലെ റഷ്യയും ഉക്രൈനും യുദ്ധം നടക്കുമ്പോൾ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ആയുധങ്ങൾ റഷ്യയുടെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ആയുധങ്ങളെല്ലാം ഉടനെ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗിന് വേണ്ടി ഇറാനിൽ എത്തിച്ചു എന്ന വാർത്ത പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശങ്ക ഈ മിസൈൽ പൊട്ടാത്തതിന്റെ പേരിലാണ് എന്നതാണ് ഏറ്റവും കൗതുകമുണർത്തുന്ന വാർത്ത.